ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മൾ എത്രാമത്തെ നോമ്പിൻ്റെ വിഷയങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തമ്പനിയെ കണ്ടപ്പോൾ മനസ്സിലായി കാണുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ 3:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ മക്കൾക്കുള്ള ഫുഡും പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ രാവിലെ രണ്ടുപേരും കാണും കേട്ടോ കൂട്ടിന്. എന്നിട്ട് ഞാൻ മക്കളെ വിളിക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ അക്കൂട്ടനൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ ഒരു കണക്കിന് വിളിച്ചുണർത്തി ഇവിടെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയാലും അങ്ങ് ഉറക്കം കേട്ടോ. അപ്പോൾ ഞാൻ പറയും കിടന്നത് കഴിച്ചിട്ട് എളുപ്പമാണെന്ന് പറയും. പിന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് ആ സെറ്റിലിരുന്ന് രണ്ടുപേരും ഉറങ്ങിപ്പോയി. അതിൻ്റെ ഇടവും ബലവുമായിട്ട് രണ്ടുപേരും ഇരിപ്പുണ്ട്, ജൂലിയും പിങ്കിയും. ഇവരെവിടെ പോയി ഇരിക്കുന്നോ കിടക്കുന്നോ അതിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി ഇരിക്കുക ജൂലിയും പിങ്കി കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. കിച്ചുദേ ഇവിടെ കിടന്ന് ഉറങ്ങാണ് സെറ്റിൽ. സുബഹിക്ക് വാങ്ങ് വിളിച്ച് ഞാൻ പറഞ്ഞ് നിസ്കരിച്ചിട്ട് കിടന്നാണ്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മക്കൾ ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത് കേട്ടോ. അവരെ വിളിച്ചുണർത്താൻ വേണ്ടി രണ്ടുപേരും അപ്പുറം ഇപ്പുറം പോയി കട്ടിലിൽ പോയി ഇരിക്കുന്നുണ്ട്. ജൂലി അപ്പുറം കൊണ്ട് പിങ്കിയാണെങ്കിൽ അക്കുവിൻ്റെ കാലിലിട്ട് നക്കി ഇരിക്കുകയാണ് ഉണരാൻ വേണ്ടി കേട്ടോ. തടകി അങ്ങനെ വിളിച്ച് അവരെ ഉണർത്തുകയാണ്. അതിന് ശേഷം അമ്മ ഇരുന്ന് പഠിക്കുകയാണ്. കുളിച്ചിട്ട് വന്ന് ലുഹറൊക്കെ നിസ്കരിച്ചിട്ട് പഠിക്കുകയാണ് കേട്ടോ. മൊബൈലിൽ നോക്കിയാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ചിക്കനൊക്കെ വെള്ളത്തിലിട്ടു. അപ്പോൾ ഞാൻ ഓർത്തത് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അക്കൂട്ടൻ ഇന്ന് ബിരിയാണി മതി. മന്തി വേണോ ബിരിയാണി വേണോ എന്ന് വെച്ചപ്പോൾ അക്കൂട്ടൻ പറഞ്ഞു എനിക്ക് ബിരിയാണി മതി. അപ്പോൾ ഞാൻ ഈ അരിയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒരു 30 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിരാനിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരി പൊട്ടിച്ചിട്ടു. നല്ല അരിയാണ് കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ കുതിരാൻ ഒരു 30 മിനിറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ചിക്കനകത്ത് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണേ. എന്നിട്ട് ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ വീട്ടിൽ പൊടിപ്പിച്ചാണ്. പിന്നെ നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അറിയാത്തവർക്ക്, ഇത് ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം സവാളയൊക്കെ ഒന്ന് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. എണ്ണയുടെ അകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കണേ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി ആ ഓയിൽ കളയത്തില്ല കേട്ടോ. ആ ഓയിൽ വെച്ചാണ് ഞാൻ പിന്നെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ട് വെച്ചുണ്ടാക്കാം. അപ്പം സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഇതിനകത്തോട്ട് ഞാൻ റൈസ് വേകാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ലെമൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കും അരി തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ്. അങ്ങനെ അതിനകത്ത് ചിക്കൻ റെഡിയാക്കി ഇതിനകത്ത് അരിയും വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. അപ്പോൾ നമുക്കിനി ദം ചെയ്യാനിടാം. അപ്പോൾ ആ ചിക്കൻ വെന്ത് അതിനകത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ദമ്മൊക്കെ ചെയ്ത് കാഷ്നട്ടും കിസ്മസും പിന്നെ ഈ ഒനിയനൊക്കെ നമ്മൾ ഫ്രൈ ആക്കിയില്ല അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നീട് മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ മക്കൾ എന്തെടുക്കുമെന്ന് പമ്മി നോക്കാൻ പോവുകയാണേ. അപ്പോൾ അവർ സിറ്റ് ഔട്ട് ഇരുന്ന് പഠിക്കുക. ഞാൻ വിചാരിച്ചിരുന്ന് സംസാരിക്കുകയെന്ന് വിചാരിച്ച് അവർ സിറ്റ് ഔട്ട് ഇരുന്ന് രണ്ടുപേരുടെ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇന്ന് അത് ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നതും ഇല്ല. ഇന്ന് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചതും ഇല്ല. കാരണം ബിരിയാണി ഉള്ളത് കാരണം ഇവർ സ്നാക്സ് ഒക്കെ കഴിച്ചാൽ അത് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് സ്നാക്സ് ഒന്നും വേണ്ട, ബിരിയാണിയൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. കാരണം ക്ലീനിങ് ആയിരുന്നു ഫുള്ളും, തുടയ്ക്കലും തൂക്കലും ഒക്കെ, ഒരുപാട് തുണി വാഷ് ചെയ്യലും ഒക്കെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇതെല്ലാ വീഡിയോയും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കത്തില്ല. എന്നിട്ട് നിങ്ങൾ വിചാരിക്കത്തില്ല എന്താ എപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ഇടുന്നതെന്ന് വിചാരിക്കത്തില്ല. അത് കാരണം ഞാൻ കുറേശ്ശെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് കാണിക്കാമെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കിച്ചു എന്തെടുക്കാൻ നോക്കാൻ പോയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ കിച്ചുവും ജൂലി മോളും കൂടി ഇരുന്ന് ഫിലിം കാണുകയാണ്. കിച്ചുൻ്റെ മോളിൽ ജൂലി ഇരിക്കുന്നുണ്ടോ. പപ്പിക്കുട്ടി അല്ല കേട്ടോ, ജൂലിയാണേ. അങ്ങനെ അവരിട്ടിരിക്കുന്നതുണ്ട്. പിന്നെ അക്കും അമ്മും കൂടെ പിന്നെ ഇഫ്താറെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ ഈവനിങ്ങിൽ. അപ്പോൾ അങ്ങനെ അവർ പോയിട്ട് വരട്ടെ എന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ചായയൊക്കെ തിളപ്പിക്കാൻ പാലൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വാട്ടർമെലനും മസ്കിമെലനും പൈനാപ്പിളും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. സ്നാക്സ് ഒന്നും ഒരുപാടില്ല. പിന്നെ നമുക്ക് ദം ചെയ്ത ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കി ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങളിന്ന് റോസ് മിൽക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മക്കൾക്ക് റോസ് മിൽക്ക് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാ സ്നാക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ടേബിളിൻ്റെ പുറത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ എല്ലാം പൈനാപ്പിളും ഗ്രേപ്സും ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായ തിളപ്പിച്ച് വെച്ചു. പിന്നെ ഞാനടുത്ത് ബിരിയാണി കൊടുക്കാം മക്കൾക്ക്, എന്നാലേ അവരത് കഴിക്കത്തുള്ളൂ. സ്നാക്സ് ഒരുപാട് കഴിച്ചാൽ പിന്നെ ബിരിയാണി ഒന്നും കഴിക്കത്തില്ല. പിന്നെ അക്കു ഒട്ടും കഴിക്കത്തില്ല. കഴിക്കാതെ പിറ്റേ ദിവസം അവൻ എപ്പോഴും വയറുവേദനയാണ്. എല്ലാം നോമ്പ് പിടിക്കുകയും ചെയ്യും, വയറുവേദനയും ആകും. അങ്ങനെ കിച്ചു റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്ത് കിച്ചു ഷോപ്പിലോട്ട് പോവുകയാണ്. കിച്ചു ഷോപ്പിലോട്ട് പോയാലേ ഇക്കായ്ക്ക് വീട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു കിച്ചിനോട് ഷോപ്പിൽ പോയിട്ട് ഇക്കായ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അക്കുവിൻ്റെ അമ്മുൻ്റെയും കൈ വേസ്റ്റ് കളയാൻ വേണ്ടി കൊടുത്തു വിടുവാണ്, വെളിയിൽ കൊണ്ട് കളയാനേ. അങ്ങനെ ഇക്ക വന്നു. പിന്നെ ഇക്കായ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ ജൂലിയായിട്ട് കളിക്കുകയാണ് കേട്ടോ. ജൂലി ഞാൻ
ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലി വന്ന് നോണ്ടിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം അമ്മു ഒക്കെ ത്രാവ്യ നിസ്കരിക്കാൻ പോകും. അമ്മ ഇന്ന് ഫർദ ഒന്നും ഇട്ടില്ല, സ്കേർട്ടൊക്കെ ഇട്ടുണ്ടോ ത്രാവ്യ നിസ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുൾ ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കേർട്ടും മക്കനെയൊക്കെ ഇട്ടുകൊണ്ട് ത്രാവ്യ നിസ്കരിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇവർ പോയതിൻ്റെ പുറകിൽ തന്നെ ഇക്കായും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ജോലിയായിട്ടിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഉള്ളു എടുത്തുകൊണ്ട് വന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതി. അപ്പോഴേക്കും അക്കുട്ടൻ വന്ന് ബെല്ലടിച്ചു, ചായയുമായിട്ട് ബിസ്ക്കറ്റുമായിട്ട് വന്നു. അപ്പോൾ അക്കു പറഞ്ഞു പുറകിൽ ഒരാളൂടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അമ്മു വന്ന് എനിക്ക് മനസ്സിലായി. കിച്ചൊന്ന് ത്രാവ്യസ്കരിക്കാൻ പോയില്ല, കാരണം കിച്ചൊന്നും ഷോപ്പില്ലേ. അപ്പോൾ ഞാൻ അക്കുനെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ പുറകിൽ ഒരാൾ ഓടി വരുന്നുണ്ട്. കഥക്ക് തുറന്നിടാൻ പറ്റത്തില്ല, ഓടി വരും വെളിയിൽ എന്തോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ, എന്നെ കാണാതെ. അപ്പോൾ അമ്മും വരുന്നുണ്ട് അതിൻ്റെ പിന്നാലെ, ചായയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട്. പിന്നെ എന്നിട്ട് ഞാൻ ടേബിളിൻ്റെ പുറത്ത് ബിരിയാണിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.